हिन्दुरक्षा ममादीक्षा. രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ഗുരുവായൂരിൽ ഭക്തിയുടെ മഹാസംഗമം. ഗുരുഭവനപുരിയായ ഗുരുവായൂരിൽ ഭക്തിയുടെയും ആത്മീയതയുടെയും അപൂർവ സംഗമത്തിനായി ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. രാമരാമ പാഹിമാം, കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി മെയ് 15, 16, 17 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ അരങ്ങേറുന്ന രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ആത്മീയ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. പരിപാടിയോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം സ്വാഗത സംഘം ചെയർമാനും പ്രശസ്ത കവി ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ചടങ്ങിൽ മുഖ്യ സംയോജകൻ മൗനയോഗി സ്വാമി ഡോക്ടർ ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്, സബിത രഞ്ജിത്ത്, ബാബു കേച്ചേരി, അരുൺ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്തിയുടെയും ധർമ്മത്തിന്റെയും പ്രകാശമായി നിലകൊണ്ട ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ ത്രിദിന ആത്മീയ സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കപ്പെടുന്നത്. ദിശാബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് രാമതത്വത്തിന്റെ മഹത്വം പരിചയപ്പെടുത്തുകയും ധാർമ്മികമായ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുക എന്നതാണ് രാമഭക്ത സംഗമത്തിന്റെയും ദേശീയ സെമിനാറിന്റെയും പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യ സംയോജകൻ മൗനയോഗി സ്വാമി ഡോക്ടർ ഹരിനാരായണൻ പറഞ്ഞു. രാമരാമ പാഹിമാം, കേരളത്തിന്റെ ഹൃദയ താളം. രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ഈ വരുന്ന 15, 16, 17 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുകയാണ്. രാമ എന്ന രണ്ടക്ഷരം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നാമം മാത്രമല്ല, നമ്മുടെ എല്ലാം ശ്വാസം കൂടിയാണ്. ശ്രീരാമന്റെ പാദസ്പർശമേൽക്കാത്ത മണൽത്തരികൾ ഈ ഭാരതത്തിൽ ഇല്ല. മലയാചലം മുതൽ രാമേശ്വരം വരെ, പശ്ചിമഘട്ടം വരെ എല്ലാം ഈ രാമമന്ത്രത്താൽ മുഖരിതമാണ്, ഓരോ മണ്ണും. അതുകൊണ്ട് തന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയാറ്. രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഓരോ യുവതയും വളർന്നു കയറേണ്ടത് യഥാർത്ഥത്തിൽ രാമനിലേക്കാണ്. രാമനായി മാറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സങ്കല്പം. അങ്ങനെ അനശ്വരമായ ആ നാമം ഭാരതത്തിൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, ചേതനയെ ഉണർത്തുന്ന, പ്രചോദിപ്പിക്കുന്ന ആ നാമം, അതിൻ്റെ മഹത്വം, കേരളത്തിലെ അതിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഒരു ദേശീയ സെമിനാർ, പണ്ഡിതർ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങൾ, ഭക്തിസാന്ദ്രമായ പൂജാ കർമ്മങ്ങൾ, രാമ ഗായത്രി ജപം, ആദിത്യ ഹൃദയ ജപം തുടങ്ങി നിരവധി പരിപാടികളിലൂടെ ആദിവാസി സമൂഹത്തിൽ അന്യം നിന്നുപോയ രാമർ കൂത്ത്, ദശകങ്ങളായി അന്യം നിന്നുപോയ രാമർ കൂത്ത് ഇവിടെ പുനർജനിക്കുകയാണ്. അത്തരം നിരവധി പരിപാടികളിലൂടെ ഈ രാമ സന്ദേശം, രാമരാമ പാഹിമാം ഗുരുവായൂരിൽ അരങ്ങേറുകയാണ്. നിങ്ങളെ ഏവരെയും ഭക്തിപൂർവ്വം ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂരും സംയുക്തമായാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. മെയ് 15 ആരംഭിക്കുന്ന ദേശീയ സെമിനാർ ജസ്റ്റിസ് സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്യും. കേരളീയ ജീവിതത്തിലും സംസ്കാരത്തിലും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നതിനെ ആസ്പദമാക്കി വിവിധ സെഷനുകളാണ് സെമിനാറിൽ നടക്കുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ പണ്ഡിതന്മാരും ആത്മീയ ആചാര്യന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത് രാമായണത്തെയും ശ്രീരാമനെയും ആസ്പദമാക്കി പ്രബന്ധാവതരണങ്ങൾ നടത്തും. ഭക്തിയുടെ നാദം നിറയ്ക്കുന്ന നിരവധി ആത്മീയ സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറും. മെയ് 11, 12 തീയതികളിൽ ഗുരുവായൂർ മമ്മിയൂർ സായി മന്ദിരത്തിൽ മോഹിനിയാട്ട പരിപാടികൾ നടക്കും. 13-ാം തീയതി രാവിലെ 10 മണി മുതൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ രാമായണത്തെ ആസ്പദമാക്കി
ചിത്രരചനാ മത്സരം, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, ശില്പശാല എന്നിവ സംഘടിപ്പിക്കും. 14-ന് മമ്മിയൂർ സായി മന്ദിരത്തിൽ ചിത്രരചന ശില്പശാലയും നടക്കും. മെയ് 15-ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 1008ഓളം അമ്മമാർ ചേർന്ന് രാമഗായത്രി ജപം നടത്തും. നാമജപധ്വനികളാൽ ഗുരുഭവനപുരി ഭക്തിയുടെ തിരമാലകളിൽ മുങ്ങിയാഴ്ത്തപ്പെടും. 16-ാം തീയതി നാരായണ ജപം, രാമസീത ഹനുമത് പൂജ തുടങ്ങിയ ചടങ്ങുകൾ ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. 17-ന് ആദിത്യഹൃദയ മന്ത്രജപം, ഭജനകൾ, ആത്മീയ ചടങ്ങുകൾ, നൃത്താവിഷ്കാരങ്ങൾ, കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. പ്രശസ്ത കലാകാരൻ മണലൂർ ഗോപിനാഥന്റെ ഓട്ടംതുള്ളലും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരിക്കും. അതോടൊപ്പം ദശകങ്ങൾക്ക് ശേഷം ചരിത്രത്തെ പുനർജീവിപ്പിച്ചുകൊണ്ട് രാമർകൂത്ത് സെമിനാർ വേദിയിൽ അരങ്ങേറുന്നതും ഭക്തജനങ്ങൾക്ക് അപൂർവ അനുഭവമാകും. പുരാതന ഭാരതീയ ആത്മീയ കലാരൂപത്തിന്റെ ഈ അവതരണം ഗുരുവായൂരിന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ കൂടുതൽ ദൈവികമാക്കും. ഗുരുഭവനപുരിയുടെ വീഥികളിൽ വീണ്ടും രാമനാമം മുഴങ്ങാൻ പോവുകയാണ്. രാമരാമ പാഹിമാം എന്ന പ്രാർത്ഥനയോടെ ആയിരങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഗുരുവായൂർ ഭക്തിയുടെ ആനന്ദസാഗരമായി മാറും. ഭക്തിയും സംസ്കാരവും ആത്മീയതയും ഒരുമിക്കുന്ന ഈ മഹാസംഗമം കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ വേറിട്ട അധ്യായമാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും ഭക്തജനങ്ങളും. മെയ് 15, 16, 17 തീയതികളിൽ ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ നടക്കുന്ന രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ഗുരുഭവനപുരിയെ ഭക്തിയുടെ മഹോത്സവമാക്കി മാറ്റുമെന്ന് ഉറപ്പാണ്. ഹിന്ദു രക്ഷാ